ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ റുട്ടീനാണ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുടിക്ക് കുറച്ചും കൂടി തിക്നെസ് അതുപോലെ തന്നെ നല്ലോണം ഉള്ളൊക്കെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനൊരു പാക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ഇഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. അതായത് നമുക്ക് എസ്പെഷ്യലി നമുക്ക് ഇനി ചൂടാണ് വരുന്നത്, അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ലോണം ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതും പ്ലസ് നമ്മുടെ മുടി ഭയങ്കര സിൽക്കി ആൻഡ് ഷൈനി ആവുന്നതും അതേപോലെ നല്ലോണം ഉള്ളു വെക്കുന്നതും നമുക്ക് ഒറ്റ യൂസിൽ ഇത് കഴുകി കഴിയുമ്പോൾ ഭയങ്കര ബൗൺസി ആയിട്ട് ആ തിളക്കവും ആ ഒരു നറിഷ്മെന്റും മുടി നല്ല സോഫ്റ്റ് ആൻഡ് നമുക്ക് മാനേജബിൾ ഒക്കെ ആയിട്ടും നല്ല ആ ഒരു ബൗൺസി ലുക്ക് കിട്ടുന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എല്ലാ ഹെയർ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഓയിലി അതുപോലെ തന്നെ ഡ്രൈ ഒക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാം. നമുക്ക് ആ ഒരു മുടി ബൗൺസി ആയിട്ട് കെടുക്കുകയും ചെയ്യും. ഓയിലി മുടിയാർക്ക് ഉള്ളതാണ് ബൗൺസി ആയിട്ട് കെടുക്കുന്നത് ഭംഗി. അതുപോലെ അവരെപ്പോഴും ഒട്ടി കെടുക്കല്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഡ്രൈ ഹെയർ ആരില്ലേ പിരിവിരുന്ന്, അങ്ങനെയുള്ളവർക്ക് ഭയങ്കരമായിട്ട് നറിഷ്മെന്റ് ആയിട്ട് ആ ഒരു എന്താ പറയുക നമ്മുടെ മുടിയുടെ ഭംഗി നിലർത്തിക്കൊണ്ട് ആ ഷൈനി ഗ്ലോ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ പാക്ക് എല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ തോന്നിയതെന്ന് വെച്ചാൽ ഒറ്റ യൂസ് കഴുകുമ്പോൾ ഭയങ്കര ബൗൺസി ആയിട്ട് നല്ല സിൽക്കി ഷൈനി ആവും. നമ്മൾ വീക്കിലി വൺസ് അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി നല്ലോണം ഉള്ളു വെച്ച് നല്ലോണം വളരുകയും ചെയ്യും കേട്ടോ വേഗത്തിൽ. അപ്പൊ അങ്ങനത്തെ ഒരു പാക്ക് അപ്പം എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാനും. ഞാനത് അപ്ലൈ ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് ആദ്യം കഞ്ഞിവെള്ളമാണ് വേണ്ടത്, നല്ല തിക്കായിട്ടുള്ളതിൽ. അതായത് നമ്മുടെ ചോറ് വെച്ചതിന്റെ അടിയിലത്തെ ഏറ്റവും അടിയിലത്തെ ആ തിക്നെസ് ഉള്ള കഞ്ഞിവെള്ളം അതെടുത്തിരിക്കണേ. അപ്പൊ നമുക്ക് ആവശ്യത്തിന് എടുക്കാം, നമ്മുടെ മുടി എത്രത്തോളം ലെങ്ത് ഉള്ളതനുസരിച്ചിട്ട്. ഞാൻ പിന്നെ അന്നാന്നത്തെ എടുക്കണേ കേട്ടോ, തലേന്നത്തെ അല്ല, അന്നാന്നത്തെ. അതായത് ഇന്നിപ്പോ നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് വെച്ച അതിന്റെ കഞ്ഞിവെള്ളം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കും. പിന്നെ അതേ നമുക്ക് അലോവേര ഉണ്ട്, അലോവേര നമുക്ക് വേണം. അതാട്ടോ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചപ്പോ ഒരു കുഞ്ഞിതും കൂടി വീണു, പാവം. ഉശ്ശോ. എന്നിട്ട് നമുക്ക് ഈ അലോവേരയിലെ ഒരു മഞ്ഞ കളർ ഉണ്ടാവും. അതായത് ഒരു അതിന്റെ ഒരു ചിലർക്ക് അത് ചൊറിയൊക്കെ ചെയ്യും ഫേസിലൊക്കെ ഇടുമ്പോൾ. അപ്പൊ ആ ഒരു മഞ്ഞ കളർ ഇങ്ങനെ താഴത്തേക്ക് ഒറ്റിട്ട് വീണുകണ്ട. ഇത് പോവാൻ വേണ്ടിയിട്ടേ കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ വെറുതെ ഒന്ന് ചാരി വെക്കുക എവിടെയെങ്കിലും. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് എടുക്കാം. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ പൊക്കോളും. അപ്പോൾ അതേ നമ്മൾ അലോവേര നന്നായി കഴുകിയിട്ട് അതിന്റെ ഒരു പാളി നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ഭയങ്കര നല്ലതാ മുടി വളരാനും തിക്നെസ്സിനും. ഏറ്റവും കൂടുതൽ ഭയങ്കര സിൽക്കി സോഫ്റ്റ് ആവും മുടി. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് മുടിക്ക് നല്ലോണം ഉള്ളു വെക്കും. പിന്നെ നമ്മുടെ സ്കാൾപ്പ് നല്ലോണം ക്ലിയർ ആവും. അതായത് ഇങ്ങനെ ഡാൻഡ്രഫ് അതുപോലെ തന്നെ നമുക്ക് ഇച്ചിങ് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല രീതിക്ക് തന്നെ പോവുകയും ചെയ്യും. നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ക്ലിയർ ആയി തന്നെ മുടിക്ക് വളരാനായിട്ടുള്ള ടെൻഡൻസി കൂടും. നമുക്ക് ആ സ്കാൽപ്പിൽ അഴുക്കോ താരനോ അതുപോലെ തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വേഗം മുടി വളരും. നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കാൽപ്പ് ആണെങ്കിൽ വേഗം വളരും കേട്ടോ. അപ്പൊ ദേ നമ്മള് ആ ഒരു അലോവേര ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വലുതും ചെറുതൊക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പം ഒരു തണ്ട് പൊട്ടിച്ച തണ്ട് അങ്ങനെ തന്നെ ഇടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ടും അതിനുശേഷം പിന്നെ നിങ്ങളുടെ മുടിയുടെ അനുസരിച്ചിട്ട് വേണം എടുക്കാൻ അടുത്ത ഇൻഗ്രീഡിയന്റ്. ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ചെറുപഴമാണ്. എന്റെ മുടി ഓയിലി ഹെയർ ആയതുകൊണ്ട് എഗ് വൈറ്റ് ചെറുപഴം ഞാൻ എടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ആണെങ്കിൽ വേണമെങ്കിൽ ഇതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഇല്ലേ, അതായത് ആൽമണ്ട് ഓയിലോ സാധാരണ കോക്കനട്ട് ഓയിലോ ആഡ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി മുടി നല്ലോണം സിൽക്കി ആവും ഡ്രൈ ഹെയർ ഉള്ളവർക്ക്. ബാക്കി എല്ലാവർക്കും എഗ് വൈറ്റോ പഴത്തിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ എഗ് വൈറ്റ് ഇപ്പൊ ഇവിടെ ഇല്ല, എഗ് ഇല്ല, അതുകൊണ്ട് ഞാൻ പഴം എടുത്ത് നല്ലോണം പഴുത്തിട്ടുള്ള ചെറുപഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത വശം നമുക്കിത് ഭയങ്കര ലൂസായി തോന്നും, പക്ഷെ ഇതൊരു 10 മിനിറ്റോടെ വെക്കാം പുറത്തന്നെ. അപ്പൊ ഇത് അപ്പോൾ ശരിക്കും നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എന്റെ മുടി വാഷ് ചെയ്യാറായിട്ട് ഇരിക്കണേ, ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് എണ്ണമയായിട്ട് ഇരിക്കണം കേട്ടോ. കാരണം ഹെയർ വാഷ് ചെയ്യേണ്ട സമയമായി, 2 ദിവസമായി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഈ പാക്ക് ഇട്ടിട്ടാണ് വാഷ് ചെയ്യാൻ പോണേ. ഇതാട്ടോ നമ്മുടെ പാക്ക് വന്നിട്ട്. അപ്പൊ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് 2 ദിവസമായി. അതുകൊണ്ട് തന്നെ എന്റെ മുടി നമ്മൾ വാഷ് ചിലർക്ക് വാഷ് ചെയ്തില്ലെങ്കിൽ മുടി ഡ്രൈ ആയി ഭയങ്കരമായിട്ട് വരും. എന്റെ മുടി വാഷ് ചെയ്തില്ലെങ്കിൽ എണ്ണൊട്ടി ലാസ്റ്റ് ഇങ്ങനെ ഒരു എണ്ണ കുടുക്ക പോലെ ഇരിക്കും. അങ്ങനെയാട്ടോ എന്റെ മുടിയുടെ പ്രത്യേകത. ഇതാണ് നമ്മുടെ ബിഫോർ. അതായത് ഇങ്ങനെ കുറച്ചൊരു ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ എണ്ണമായി നിറഞ്ഞ ആകെ ഒരു സുഖില്ലാത്ത പോലെ ഇരിക്കണേ. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഈ പാക്ക് അപ്ലൈ ചെയ്ത ആഫ്റ്റർ ഞാൻ കാണിച്ചു തരാം കേട്ടോ, കഴുകിയിട്ട്. അപ്പൊ നമ്മുടെ മുടി ശരിക്കും എനിക്ക് നന്നായി നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ പാക്കാണ് ഇപ്പൊ ട്രൈ ചെയ്യുന്നത്. അതായത് ഇപ്പൊ വേനൽക്കാലമല്ല വരുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ലോണം ആ മുടിയിൽ അഴുക്ക് കൂടാനുള്ള സാധ്യത കൂടുതലാണ്, വിയർപ്പിരുന്നിട്ടൊക്കെ. അപ്പൊ അതൊക്കെ നല്ലോണം സ്കാൽപ്പ് ക്ലീൻ ആവും. അപ്പൊ അതായത് നല്ല കട്ട പോലെ ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഈ ചോറൊക്കെ നമ്മൾ അരച്ച പോലെ നല്ലോണം കട്ടയാവും. പിന്നെ എനിക്കിത് കൂടുതലായിരുന്നു കേട്ടോ ഞാൻ എടുത്തത്. കാരണം മുടി പണ്ടത്തെ ഓർമ്മയിൽ എടുത്തതാ. മുടി സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ നമ്മൾ വെട്ടിയപ്പോഴേ അധികം വേണ്ട പാക്ക്.
അപ്പൊ നമ്മൾ എല്ലാവിടെ അതായത് സ്കാൽപ്പ് തുടങ്ങിയിട്ട് മുടിയുടെ എൻഡ് വരെ എല്ലാവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിതൊരു അരമണിക്കൂർ വരെ വെക്കും. എനിക്ക് കുഴപ്പമില്ല. അപ്പം പ്രത്യേകിച്ച് എനിക്ക് നല്ല ഒരു സുഖം കിട്ടും. തണുപ്പൊക്കെ കിട്ടുമ്പോഴേ കുളിച്ച് കഴിയുമ്പോൾ ഉറങ്ങാനൊക്കെ നല്ലൊരു സുഖം. അപ്പം അതുകൊണ്ട് ഞാനിത് വെക്കും. എനിക്ക് അങ്ങനെ തുമ്മലോ ജലദോഷം അങ്ങനെ വരാറില്ല. പെട്ടെന്ന് അങ്ങനെ വരുന്ന ആളല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വെക്കും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ വരുന്നവരാണ്, അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ഇതിന് പകരം പഴത്തിന് പകരം ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും ഞാനിത് ഉണങ്ങിയിട്ട് കഴുകിയിട്ട് ഇനി വരാം കേട്ടോ. ഹെയർ നന്നായിട്ട് ഉണങ്ങിയിട്ടോ. ഞാൻ വീണ്ടും ടീഷർട്ടിന് എടുത്തിട്ടു. നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുള്ളത് തോന്നിക്കാൻ വേണ്ടി വേറൊന്നുമല്ല. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ മുടി നോക്കി കഴിഞ്ഞാൽ അറിയാം നല്ലോണം അങ്ങനെ ഒരു ബൗൺസി പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതായത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കാണ്ടേ ഭയങ്കര ഒരു വിടർന്ന മാതിരി. പിന്നെ മുടിയുടെ ഒരു സ്മൂത്തനിങ് സിൽക്ക് ആ ഒരു ടൈപ്പ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് മുടി. അതായത് ഇങ്ങനെ സിൽക്കി സ്മൂത്തായിട്ട് കിടക്കും, കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്രിസി ആയിട്ട് ഭയങ്കര പെപ്പറോറായിട്ട് കിടക്കുന്നവർക്കൊക്കെ ഭയങ്കര നല്ലൊരു പാക്കാട്ടോ. അതുപോലെ എല്ലാം മുടിക്കാതെ നല്ല ഒരു ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കും. ഫസ്റ്റ് യൂസ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു തിക്നെസ്സും അതുപോലെ ലെങ്ത്തൊക്കെ വയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഭയങ്കര തലയ്ക്ക് തണുപ്പാണ് തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ജലദോഷപ്പനിയൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ 2 ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. അതായത് നമ്മുടെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അലോവേര. ഇപ്പോൾ രണ്ടും തണുപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ എഗ് വൈറ്റോ അല്ലെങ്കിൽ പഴമോ അങ്ങനെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അത് സത്യം പറഞ്ഞാൽ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പാക്ക്. പിന്നെ മാറ്റി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഭയങ്കര ചൂടായിട്ടപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ടേ. അപ്പോൾ നല്ലൊരു സ്മൂത്തനിങ് ഷൈനി ഭയങ്കര സിൽക്കി ആ ഒരു സോഫ്റ്റ് നമ്മുടെ മുടിക്ക് ഉണ്ടാവും കേട്ടോ. കണ്ടില്ലേ? ഭയങ്കര സിൽക്കായിട്ടാണ് കിടക്കണ മുടി. ഭയങ്കര സിൽക്ക് എന്ന് പറഞ്ഞാൽ അത്രയും സിൽക്കി പോലത്തെ മുടിയായിട്ട് കിടക്കണേ. നല്ല രസമായിട്ട് കിടക്കുക കേട്ടോ, ഒതുങ്ങി മാനേജബിൾ ആയിട്ട്. അതുപോലെ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ ഓയിലി ഹെയർ ആണെന്ന് വെച്ചിട്ട് ഒട്ടിപ്പിടിച്ച് കിടക്കൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ഈ പാക്ക് ചെയ്യാം. മുടി നന്നായിട്ട് വളരുകയും ചെയ്യാം. മുടിക്ക് നല്ല എന്താ പറയുക, നല്ല ഹെൽത്തി ആവുന്നുണ്ട്, നല്ല സ്ട്രോങ് ആൻഡ് അതുപോലെ തന്നെ നല്ലോണം വളർച്ചയും വരുന്നുണ്ട്, തിക്നെസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റിയ പാക്കാ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജലദോഷപ്പനിയുടെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് 10 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഏകദേശം ഒരു 25-30 ആ ഒരു അത്രയ്ക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഭയങ്കര തണുപ്പാണ്. നമ്മൾ ഈ പാക്ക് ഇട്ടിട്ടേ ഉണങ്ങും തോറും തലയിൽ ഇങ്ങനെ കൈ കൊണ്ട് അമർത്തി കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര കൂളിംഗ് ആയിട്ട് തോന്നും. അങ്ങനെ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.